ഇവിടെ ഉദ്ഘാടനം നടക്കുന്നത്. കോൺഗ്രസ് കഴിഞ്ഞ 2-3 മാസക്കാലമായി അല്ലെങ്കിൽ 2 മാസമായി രാജ്യവ്യാപകമായി നടത്തുന്ന വലിയ പ്രക്ഷോഭം മൂർച്ചൂരിക്കുന്നതായിട്ടുണ്ട്. നമ്മളെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ ആവേശത്തോടെ മത്സരിക്കാറുണ്ട്, വിജയപ്രതീക്ഷയോട് മുന്നോട്ട് പോകാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നിരാശരാകേണ്ട അവസ്ഥയുണ്ട്. ആ അവസ്ഥ കുറെ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പാർലമെന്റ് ഇലക്ഷനിൽ കോൺഗ്രസ് 100 സീറ്റ് കിട്ടി. ഒരു 20 പാർലമെന്റ് സീറ്റൊക്കെ കിട്ടിയിരുന്നത് രാജ്യം കോൺഗ്രസ് ഇന്ത്യ മുന്നണി നയിക്കുമെന്നുള്ള അവസ്ഥ വന്നു. പക്ഷെ യഥാർത്ഥമായ റിസൾട്ട് അതായിരുന്നു എന്നുള്ള ചോദ്യം ഇന്ന് അന്തരീക്ഷത്തിലുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി ജയിച്ച വാരാണസി ആദ്യത്തെ 4 റൗണ്ട് നമ്മുടെ PCC പ്രസിഡന്റായിട്ട് അജയ് വൈദ്യത്തിനെതിരായ സ്ഥാനാർത്ഥി വീടിയിരിക്കുന്നു. ആദ്യ 4 റൗണ്ട് വോട്ടെണ്ണിയപ്പോൾ അത് വാരാണസി അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രദേശത്തെ പരിസര പ്രദേശത്തെ വോട്ടുകളാണ് എണ്ണിയത്. ആദ്യത്തെ 4 റൗണ്ട് പിന്നീടാണ് ഉച്ചയ്ക്ക് ശേഷത്തെ അന്തരീക്ഷത്തിലാണ് വാരാണസിയുടെ റിസൾട്ട് മാറിയത്. അതേ നമ്മളെല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നതാണ്. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു, ഹരിയാന നിയമസഭ തെരഞ്ഞെടുപ്പ്. ഹരിയാന ഇലക്ഷൻ ഒരാൾ പോലും പറഞ്ഞില്ല കോൺഗ്രസ്. അവിടെ പോയ മാധ്യമ പറഞ്ഞില്ല. അവിടെ നടന്ന